എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥനായ അനുഗ്രഹീതമായ ഒരു ആരാധനയുടെ ആത്മനിർവൃതിയോടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു. ഈ ലോക ജീവിതയാത്രയിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർജിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അങ്ങയോടൊപ്പം ജീവിപ്പാനും വചനചിന്തയിലൂടെ ഞങ്ങളെ ശക്തീകരിക്കണം. ഇത് തിരുസന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയ ജനത്തെയും അടിയനെയും കൊന്നതുപോലെ അനുഗ്രഹിച്ചു ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധ വചനം കേൾപ്പിക്കുവാനും കേൾക്കുവാനും അത് കൃത്യസ്ഥമാക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ നൽകാതിരിക്കട്ടെ. അന്ധകാല ശക്തികളുടെ മേൽ ജയമെടുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തിയാലും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു മാസത്തിന്റെ അവസാന വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലൂടെ വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പമുള്ള ദൗത്യ നിർവഹണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പമുള്ള ദൗത്യ നിർവഹണം. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭ ഒരു ദൗത്യ നിർവഹണ സമൂഹമാണ്. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ തന്റെ ദൗത്യം ഫലമേൽപ്പിച്ചു. ആ ദൗത്യം പുത്രനായ ക്രിസ്തു വിജയകരമായി പൂർത്തീകരിച്ചു. തുടർന്ന് ഈ ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് തന്റെ ശിഷ്യഗണങ്ങളെ നിയോഗിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് സുവിശേഷ വേദഭാഗമായി വായിച്ച് കേട്ടത്, ധ്യാനിക്കുവാനായി കടന്നു പോകുന്നു. ഇവിടെ ദൗത്യം എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് പദമാണ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൗത്യം ഒരു ക്രിസ്തീയ പ്രേക്ഷിത ദൗത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൗത്യമില്ലാത്ത സഭ നിർജീവമായ അനുഭവം. അപ്പോൾ ദൗത്യം എന്ന് പറയുന്നത് അഥവാ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പിതാവിനാൽ സ്ഥാപിതവും പുത്രനാൽ നിർവഹിക്കപ്പെട്ടതും ഇവർ സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്നതുമായ ഒരു അനുഭവമാണ്. ഈ ദൗത്യ നിർവഹണം അഥവാ പ്രേക്ഷിത പ്രവർത്തനം ക്രിസ്തീയ സഭയുടെ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. ഈ ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടുകൂടെ നിർവഹിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പം ഈ ശുശ്രൂഷ സാധ്യമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പവും ഈ പ്രേക്ഷിത ദൗത്യം നമുക്ക് നിർവഹിക്കാം. വ്യക്തി കേന്ദ്രീകൃതമായ അനുഭവങ്ങളിലൂടെയും ഈ ദൗത്യം നമുക്ക് നിർവഹിക്കുവാനായിട്ട് കഴിയും. ഇന്ന് പ്രേക്ഷിത ദൗത്യം എല്ലായിടത്തും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു പ്രേക്ഷിത ദൗത്യമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമായിരിക്കുന്നത്.
ക്രിസ്തീയ സമൂഹം അനുഭവിക്കുന്നതായ മൂല്യച്യുതികളുമാണ്. ഈ ക്രിസ്തീയ ദൗത്യത്തിന്റെ നിർവഹണത്തിൽ നാം പങ്കാളികളായി തീരുമ്പോഴാണ് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ശുശ്രൂഷകൾ നമുക്ക് നിർവഹിക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ക്രിസ്തീയ ദൗത്യം വിജയകരമായി ചെയ്യണമെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ, അഥവാ ക്രിസ്തുവിന്റെ ആത്മാവോട് ചേർന്ന്, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നാം ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നാം ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുമ്പോൾ ഞാൻ എന്നുള്ള അർത്ഥത്തിലല്ല, അത് ദൈവ കേന്ദ്രീകൃതമായി എന്നെ ശക്തനാക്കിയ എന്റെ ദൈവ മുഖാന്തരമാണ് ഈ ശുശ്രൂഷ നിലനിൽക്കുന്നതെന്നും ഈ ശുശ്രൂഷയിൽ എനിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നതെന്നും എന്നുള്ളതായ ഒരു തിരിച്ചറിവിലേക്ക് ക്രൈസ്തവ സമൂഹം കടന്നു വരികയും ചെയ്യും. ഇവിടെ നമുക്ക് ഒന്നാമത് ചിന്തിക്കുവാനുള്ളത് ദൗത്യ നിർവഹണത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സ്ഥാനം എന്നുള്ളതാണ്. അപ്പോൾ ദൗത്യ നിർവഹണം അഥവാ പ്രേക്ഷിത ദൗത്യം ഇത് ക്രിസ്തുവിന്റെ ആത്മാവിനോട് ചേർന്ന്, അതായത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നാം നിർവഹിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തുവിന്റെ ആ ഒരു ശുശ്രൂഷയിൽ നമുക്ക് പങ്കാളികളായി തീരുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നമുക്ക് ചുറ്റും കാണുന്ന ശുശ്രൂഷകളെ നമുക്ക് വിലയിരുത്തിയാൽ ഇത് ക്രിസ്തു കേന്ദ്രീകൃതമാണോ, സ്വയ കേന്ദ്രീകൃതമാണോ, ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതാണോ, തന്നെ തന്നെ ഉയർത്തി കാണിക്കുന്നതാണോ, അതിനുള്ള ദേശഭൂഷാദികളും ആഡംബരങ്ങളുമാണോ, ഇവയൊക്കെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ഇന്ന് നാം പാഠമായി വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അവിടെ ഏലിയാവിന്റെ കാലശേഷം എലീശ പ്രവാചകൻ ഏലിയാവിന്റെ ഇരട്ടി ആത്മാവോടെ, അഥവാ ഇരട്ടി ശക്തിയോടുകൂടെ തന്റെ ദൗത്യം നിർവഹിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏലിയാവിന്റെ ശുശ്രൂഷയുടെ ഇരട്ടി ആത്മാവ് എലീശ പ്രവാചകന്റെ ശുശ്രൂഷയിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേദപുസ്തകത്തിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു എലീശ പ്രവാചകൻ. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോഴും അത് എലീശ പ്രവാചകൻ തന്നെയാണ് ഏറ്റവും ശക്തമായ ദൗത്യ നിർവഹണത്തിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തിയാണ് എലീശ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഏലിയാവിന്റെ ശക്തിയുടെ പ്രതീകമായി ഏലിയാവിന്റെ പുതപ്പിനെ അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എലീശ തന്റെ സ്വന്തം പുതപ്പ് വലിച്ചു കീറി ഉപേക്ഷിച്ച് ഏലിയാവിന്റെ പുതപ്പിനെ സ്വീകരിച്ച് ഏലിയാവിന്റെ ഇരട്ടി ആത്മശക്തിയോടുകൂടെ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഇവിടെ നിർവഹിക്കുന്നതായിട്ട് നാം ഇന്ന് പാഠമായി വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം നമ്മെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഏലിയാവിന്റെ പുതപ്പിനെ ശക്തിദായകമായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വന്തം പുതപ്പിനെ കീഴ്ക്കടന്ന് ഏലിയാവിന്റെ പുതപ്പ് എടുത്ത് യോർദാനെ അടിച്ചപ്പോൾ യോർദാന്റെ ജലം 2-ആയി പിരിയുകയാണ്. ആ ഉണങ്ങിയ ജലത്തിലൂടെ എലീശ പ്രവാചകൻ ഇക്കരയ്ക്ക് കടന്നു വന്ന് തന്റെ ദൗത്യം നിർവഹിക്കപ്പെടുന്നു. ഇവിടെ ഇന്നത്തെ ദൗത്യ നിർവഹണ പശ്ചാത്തലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. പ്രിയമുള്ളവരെ, ഞാനെന്ന ഭാവത്തോടുകൂടെയോ ഞാൻ എന്ന ആ ഒരു അഭിമാനത്തോടുകൂടെയോ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനേക്കാൾ തന്നെ ശക്തനാക്കുന്ന ദൈവാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു അനുഭവത്തിൽ താനെന്ന സ്വയത്തെ വലിച്ചു കീറി കടന്നതിന് ശേഷം ആ
അതെ, തന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പുതപ്പിനെ അണിഞ്ഞുകൊണ്ട് നാം ഈ നാളുകളിൽ ദൗത്യം നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നില്ല. സ്വയം കേന്ദ്രീകൃതമായ, സ്വയം ഉയർത്തി കാണിക്കുന്ന ഞാനെന്ന ഭാവത്തോടുകൂടെ അഭിനവ ശുശ്രൂഷകൾ ഇത് ശക്തി പ്രാപിക്കുമ്പോൾ അവരുടെ പിന്നാലെ കടന്നു പോകുന്ന, അതെ, അർക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ അവരെ അനുഗമിക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾ ഇന്ന് ശക്തി പ്രാപിച്ചു വരികയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവാത്മാവിനോടൊപ്പമുള്ള ഒരു ദൗത്യ നിർവഹണമാണോ, ദൈവാത്മാവിനെ തന്റെ സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തുന്ന ഭാവത്തിൽ ഇവിടെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതാണോ എന്നൊക്കെ നാം സംശയിക്കേണ്ടതായിട്ടുണ്ട്. എലീശയുടെ ദൗത്യം തന്റെ ഗുരുവായ ഏലിയാവിന്റെ ഇരട്ടി ശക്തിയോടെ ആയിരുന്നു. എന്നാൽ എലീശയുടെ ശിഷ്യനായ ഗേഹസിയെ കുറിച്ച് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഗേഹസിയുടെ ദൗത്യ നിർവഹണത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ നയമാനിൽ നിന്നും ധനം സമ്പാദിച്ചുകൊണ്ട് തന്റെ ദൗത്യ നിർവഹണത്തെ വഴി തെറ്റിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഗേഹസിയുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ ചിത്രമാണ് പിന്നെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തന്റെ യജമാനൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടെ നിർവഹിക്കുന്നുവെങ്കിൽ ഏലിയാവിന്റെ ഇരട്ടി ശക്തി എലീശയുടെ മേൽ കടന്നു വന്നുവെങ്കിൽ എലീശയുടെ ദൗത്യത്തിന്റെ ഇരട്ടി ശക്തി, അതായത് ഏലിയാവിന്റെ ആത്മാവിന്റെ 4 ഇരട്ടി പ്രാപിക്കേണ്ടവനാണ് നമ്മുടെ ഗേഹസി. എന്നാൽ ഗേഹസിയുടെ ദൗത്യം ധനസമ്പാദന മാർഗത്തിലേക്ക് വഴിതിരിയുമ്പോൾ ഗേഹസിയുടെ ദൗത്യം പരാജയപ്പെടുന്നു, ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നു. ദൈവാത്മാവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യേണ്ടതിന് പകരം സ്വയം കേന്ദ്രീകൃതമായി ധനസമ്പാദനത്തിന് വേണ്ടി സ്വത്തുകൾ വാങ്ങിക്കൂട്ടുക, തന്നെയും തന്റെ കുടുംബത്തെ ഉയർത്തി കാണിക്കുവാനുള്ളതായ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ദൗത്യം പരാജയപ്പെടുന്ന അനുഭവങ്ങളാണ്. ഏലിയാവിന്റെ ഇരട്ടി ശക്തി എലീശ പ്രാപിച്ചുവെങ്കിൽ എലീശയുടെ ഇരട്ടി ശക്തി ഗേഹസി പ്രാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഗേഹസിയുടെ ജീവിതം ഒരു പരാജയമായി തീരുവാൻ കാരണം എന്ന് ചോദിച്ചാൽ ദൈവാത്മാവിന് വിധേയപ്പെട്ട ഒരു ദൗത്യ നിർവഹണമല്ലായിരുന്നു. പ്രത്യുത അത് ധനസമ്പാദനത്തിന്റെ മാർഗമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്തുവിന്റെ ആത്മാവോടെ ദൗത്യം നിർവഹിക്കേണ്ടതിന് പകരം വ്യക്തി കേന്ദ്രീകൃത ദൗത്യ നിർവഹണങ്ങൾ നമുക്ക് ചുറ്റും കണ്ടെത്തുവാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അവയുടെ പിന്നാലെ കടന്നു പോകാതെ ക്രിസ്തുവിന്റെ ആത്മാവിനോടൊപ്പം നയിക്കപ്പെടുന്ന ദൗത്യ നിർവഹണങ്ങളിൽ പങ്കാളികളായി തീരുവാൻ ദൈവാത്മാവ് ഈ നാളിൽ നമുക്ക് നല്ല ചിന്ത നൽകുകയാണ്. രണ്ടാമത്തെ ചിന്ത, ക്രിസ്തുവിന്റെ ആത്മാവോട് കൂടിയ ദൗത്യ നിർവഹണം തടസ്സങ്ങളെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ ആത്മാവോട് കൂടിയ ദൗത്യ നിർവഹണം തടസ്സങ്ങളെ അതിജീവിക്കുന്നു. ക്രൈസ്തവ ദൗത്യ നിർവഹണത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും സർവ്വസാധാരണയാണ്. പ്രതിസന്ധികളില്ലാതെ ദൗത്യ നിർവഹണം സാധ്യമല്ല എന്ന് ക്രൈസ്തവ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആദിമ സഭയുടെ പ്രതിസന്ധികളുടെ മധ്യേ ആദിമ സഭ ശക്തമായ ദൗത്യം നിർവഹിച്ചു. പ്രതിസന്ധികൾ സഭയുടെ ശുശ്രൂഷകളിൽ എന്നും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ സധൈര്യത്തോടെ അതിനെ അഭിമുഖീകരിക്കണമെങ്കിൽ ദൈവാത്മാവോട് കൂടി നമുക്ക് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാനായിട്ട് കഴിയണം. അപ്പോൾ ദൈവാത്മാവിനാൽ പ്രേരിതമായി ദൈവാത്മാവിനോട് കൂടെ ചേർന്ന് ഈ ദൗത്യം നാം നിർവഹിക്കുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയാൽ വളരെ ശക്തമായ ശുശ്രൂഷകൾ നാം
നമുക്ക് ഈ നാളുകളിൽ നിർവഹിക്കപ്പെടുവാനായിട്ട് കഴിയും. പ്രതിസന്ധികൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, 1-ാം നൂറ്റാണ്ട് തുടങ്ങി ഇന്നേയുള്ള ഈ ആധുനിക കാലഘട്ടം വരെയുള്ള ചരിത്രം നാം പരിശോധിക്കുമ്പോൾ എപ്പോഴെല്ലാം സഭയ്ക്ക് പ്രതിസന്ധികളും പീഡനങ്ങളും കടന്നു വന്നുവോ അപ്പോഴാണ് സഭ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ വിജയകരമായ ദൗത്യം നിർവഹിക്കപ്പെട്ടത്. നാം ഇന്ന് പാഠമായി വായിച്ച അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായത്തിന്റെ 54 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ സ്തേഫാനോസിനെ ക്രിസ്തു വിരോധികൾ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് നോക്കി മരണകരമായ പ്രതിസന്ധിയിലും തളർന്നു പോകാതെ ദൈവിക ശക്തി ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്നും ആവഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. തന്റെ ജീവിതത്തിന്റെ മരണകരമായ പ്രതിസന്ധിയിലും സ്വർഗം തുറന്നിരിക്കുന്നതും ആ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രനായ ക്രിസ്തു ഇരിക്കുന്നതും സ്തേഫാനോസ് കാണുകയാണ്. ആ പുത്രനായ കർത്താവായ യേശുവിന്റെ ആത്മാവാണ് സ്തേഫാനോസിനെ മരണത്തിന്റെ താഴ്വരയിലും ശക്തീകരിക്കുന്നത് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ ആ വേദനാജനകമായ ജീവിതാനുഭവത്തിലും സ്തേഫാനോസ് തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത് ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്നുള്ള ഒരു വിലയേറിയ മധ്യസ്ഥ പ്രാർത്ഥനയോടുകൂടെയാണ്. ഇവിടെയാണ് അത് ദൈവാത്മാവിനോടൊപ്പമുള്ള ദൗത്യ നിർവഹണത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവാത്മാവിനാൽ പ്രേരിതമായി നാം ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ പ്രതിസന്ധികളോ പീഡനങ്ങളോ കടന്നു വന്നാലും അതിനെ അതിജീവിക്കുവാനും ശക്തമായ ദൗത്യം നിർവഹിക്കപ്പെടുവാനും അങ്ങനെ ദൗത്യത്തിന്റെ വിജയകരമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത് നാം ചിന്തിക്കുന്നത് കർത്താവിന്റെ കൽപ്പന ദൗത്യ നിർവഹണത്തിന് ശക്തിദായകമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ് നമ്മുടെ ദൗത്യ നിർവഹണത്തിന് ശക്തിദായകമായ പ്രചോദനം നമുക്ക് നൽകുന്നത്. നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19-20 വാക്യം വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. യേശു തുടർന്ന് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ലോകാവസാനത്തോളം എന്ന് പറഞ്ഞ് യേശു അവിടെ നിർത്തുന്നില്ല. എല്ലാ നാളും, അതായത് ഓരോ ദിവസവും അത് ദൈവത്തിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ളതാണ്. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ, ആ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവാത്മാവ് നമുക്ക് ശക്തിദായകമായ ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതത്തിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണ്. പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രതിസന്ധികളുടെ മധ്യേ നാം ഇടറി വീഴുന്ന അനുഭവങ്ങളാണ്. ഇന്ന് പലവിധമായിരിക്കുന്ന രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ അത് വല്ലാതെ ഭയപ്പെടുത്തുകയും ഭയാനകമായ ജീവിത അനുഭവങ്ങളിലേക്ക് തള്ളിവിടുന്ന കാലഘട്ടം. ഇന്നലെ ഞാൻ സഭാ സെക്രട്ടറിയും കൂടെ മെഡിക്കൽ കോളേജിലെ രോഗിയെ നോക്കുവാനായി കടന്നുപോയി. പ്രിയമുള്ളവരെ, വളരെ വേദനാജനകമായ രോഗാതുരമായ അനുഭവങ്ങളിൽ ലോകമാനവ ജനത എത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശാക്തീകരണം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്.
ഇത് ലോക സംഭവങ്ങൾ നമ്മെ ബലഹീനമാക്കുന്ന ജീവിത സാഹചര്യങ്ങളെയാണ് നാം അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ശാരീരികമായ രോഗങ്ങളായിക്കൊള്ളട്ടെ, ഈ ലോകം നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ജീവിതമാകട്ടെ, ഇവിടെയെല്ലാം നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ശക്തിയെ ജയിക്കുന്ന, നാം പതറിപ്പോകുന്ന, പ്രതിസന്ധികളിൽ തകർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളാണ്. ഇവിടെ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുക. ആ കൽപ്പന അനുസരിക്കുന്നവർക്ക് ശക്തിദായകമായ ഒരു വാഗ്ദത്തമാണ് ദൈവം നൽകുന്നത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ വാഗ്ദത്തം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. യേശുവിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതായ വാഗ്ദത്തം. പ്രിയമുള്ളവരെ, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ആത്മാവിന്റെ ശക്തിയോടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്നോട് കൂടെ ഉള്ളത് എന്ന വിശ്വാസത്തോടെ നമുക്ക് ജീവിത വിജയം കൈവരിക്കുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മുടെ മുമ്പിലുള്ളതായ ജീവിതയാത്ര അത്ര ശുഭകരമായ ഒന്നാകണമെന്നില്ല. എന്നാൽ ദൈവാത്മാവ് നമ്മോടുകൂടെ ആയിരിക്കണമെങ്കിൽ ദൈവിക കൽപ്പനകൾ നാം അനുസരിക്കണം. യേശു പറഞ്ഞുവല്ലോ, എന്റെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ദൈവകൽപ്പന അനുസരിക്കുന്നുവെങ്കിൽ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഞാൻ ഉണ്ട് എന്ന് അരുളി ചെയ്ത യേശുവിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാകണം നമ്മുടെ ദൗത്യവും നമ്മുടെ ജീവിതവും. ഇപ്പോൾ ദൗത്യം ദൈവത്തിൻ്റെതാണ്. ദൗത്യ നിർവഹണം സഭയുടെ ഉത്തരവാദിത്വവും. ഈ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ സഹായിക്കുമാറാകട്ടെ.